സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങളിൽ അന്വേഷണം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ബഷീർ പോലീസ് ആസ്ഥാനത്ത് പ്രവേശിച്ചതാണ് AIG പൂങ്കുഴലി അന്വേഷിക്കുക. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, വർഷങ്ങളായി ഉന്നയിക്കപ്പെടുന്ന പരാതി അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഈ സമയത്താണോ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പല വേദികളിൽ ഉന്നയിച്ച് പരിഹാരം കാണാത്തതുകൊണ്ട് ഇത്തരം നാടകീയമായ ഒരു സംഭവം ആവിഷ്കരിച്ചതായിരിക്കാം. എന്നിരുന്നാൽ പോലും അതിലൊരു സുരക്ഷാ വീഴ്ചയുമുണ്ട്. എങ്ങനെയാണ് അന്വേഷണം? മാധു, ഇന്ന് പോലീസ് ആസ്ഥാനത്ത് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി ചുമതലയേറ്റതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം തുടരുന്നതിനിടെയാണ് നാടകീയമായ സംഭവങ്ങൾ നടന്നത്. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെയും മറ്റുദ്യോഗസ്ഥരും ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നിന്ന് പെട്ടെന്ന് ഒരു ആൾ മുന്നോട്ട് കടന്നു വന്ന് എനിക്കും ചോദിക്കാനുണ്ട്, ഞാൻ മാധ്യമപ്രവർത്തകരുടെ വക്താവാണ് എന്നൊക്കെ പറഞ്ഞാണ് ബഹളമുണ്ടാക്കിയത്. അപ്പോൾ തന്നെ ആദ്യം ഒരു പരുങ്ങലുണ്ടായി. കാരണം ഇത് മാധ്യമപ്രവർത്തകനാണോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പെട്ടെന്ന് തന്നെ മാധ്യമപ്രവർത്തകനല്ല എന്ന് വ്യക്തമായതോടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ അനുനയിപ്പിച്ച് പിന്നിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ അയാൾ വിളിച്ചു പറഞ്ഞിരുന്നത് എൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നു, എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. പിന്നീട് അയാൾ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അയാളുടെ പേര് ബഷീർ എന്നാണ്, കണ്ണൂർ സ്വദേശിയാണ്, കണ്ണവം പോലീസ് സ്റ്റേഷനിൽ ASI ആയി റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. ജോലിക്കിടയിൽ അയാൾ അറസ്റ്റ് ചെയ്ത ഗുണ്ടാ സംഘം അവർ പുറത്തിറങ്ങിയ ശേഷം തന്നെ മർദ്ദിച്ചു. അതുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടത്തിലാണ്. അതിന് ഇതുവരെയും ഒരു നീതി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി കഴിഞ്ഞ പോലീസ് മേധാവിയൊക്കെ സമീപിച്ചിരുന്നതാണ്. പക്ഷേ അതിനൊന്നും പ്രയോജനമുണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ന് പുതിയ പോലീസ് മേധാവി ചാർജ് എടുക്കുന്ന ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത് എന്നാണ് അയാൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അയാൾ പോലീസ് ആസ്ഥാനത്തേക്ക് കടന്നു വന്നതിൽ സുരക്ഷാ വീഴ്ചയുണ്ട്. കാരണം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ അയാൾ കടന്നുപോയത്, പ്രധാന കവാടം കടന്നുപോയത് പെൻഷൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ്. അതിനുശേഷം മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് ഈ കോൺഫറൻസ് ഹാളിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തത്. അതിൽ അന്വേഷണം AIG പൂങ്കുഴലി അന്വേഷണം നടത്തും. അതിനുവേണ്ടി പൂങ്കുഴലിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് പരിശോധിക്കാൻ DGP നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാധു, ശരി. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതിനാടകീയമായ സംഭവ വികാസങ്ങളാണ് റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേൽക്കുന്ന ചടങ്ങിനിടെ ഉണ്ടായിരിക്കുന്നത്. തന്റെ പരാതി ഉന്നയിച്ച് അജ്ഞാതനായ ഒരാൾ രംഗത്ത് വരികയായിരുന്നു. പിന്നീട് ഇയാൾ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു.